പാലക്കാടിനെ ഒരു സമയത്ത് പാലക്കാടിൻ്റെ നെല്ലറ എന്ന് പറഞ്ഞൊരു കേരളത്തിൻ്റെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്നൊരു പാടത്ത് ഇപ്പോൾ അതാ ഞാൻ പറയുന്നത് 30 വർഷങ്ങൾക്ക് മുന്നേ പാടല്ല ഈ പാടം. നെന്മാറിൽ നിന്ന് നമ്മൾ പാലക്കാട് യാത്ര ചെയ്ത് 2 സൈഡ് റോഡ് സൈഡ് 2 കാക്കൂര് പല്ലാവൂർ കൊടുവാരി മറ്റേ കാശ്ശേരി വരെ 2 സൈഡും പാടങ്ങളായിരുന്നു. ഇന്ന് 2 സൈഡും ബിൽഡിങ്ങുകളാണ്. ഇപ്പോൾ നമുക്ക് പറയാം പാലക്കാട് ടു പാറക്കാട് ആ കണ്ടീഷനിലെത്തി. ഒന്നാമത് ചൂട് കൂടുതൽ, രണ്ടാമത് പാലക്കാട് ടു പാറക്കാട് അല്ല ശരിക്കും അത് അങ്ങനെ ആക്കി. നേരിടുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഈ പോത്തുണ്ടി അണക്കെട്ടിൻ്റെ താഴെ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ പോത്തുണ്ടി ഡാമിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യുന്നത് 2800 ഹെക്ടേഴ്സ് ഭൂമിക്കാണ്. ഇപ്പോൾ എല്ലാം കൃഷി ആൾക്കാർക്ക് വേണ്ട. അപ്പോൾ ഉള്ള കൃഷി ഇപ്പോൾ നമ്മൾ പരിപാലിക്കുന്ന എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് വെള്ളത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ 2023 മഴ നമുക്ക് കേരളത്തിൽ വളരെ കമ്മിയായിരുന്നു. സാധാരണ 55 അടി വെള്ളമാണ് ഡാമിൽ നിൽക്കുന്നത്. ഇപ്രാവശ്യം 26 അടി വെള്ളം വരും, കുടിവെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ 13 അടി വെള്ളം കഴിഞ്ഞാൽ ഈ 2600 ഹെക്ടർ ഭൂമിക്ക് നനയ്ക്കാൻ വെള്ളമില്ല. അപ്പോൾ എങ്ങനെയോ ഈ പ്രാവശ്യത്തിൽ കുറേ ആൾക്കാർ നെന്മാറ പോത്തുണ്ടി പാടം, ചാറ്റുകോട് പാടം, ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അടിവാരം ഇങ്ങനെയൊക്കെ കൃഷിയെടുക്കാൻ സാധിച്ചു. ഇത് പരിപൂർണമായി എല്ലാവർക്കും കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അയിലൂർ പാടം ഉണങ്ങിപ്പോയി, മറ്റേ എലവഞ്ചേരി ഭാഗം ഉണങ്ങിപ്പോയി. ഇതെല്ലാം 2800 ഹെക്ടർ പെട്ടതാണ്. അപ്പോൾ പിന്നെ കുടിവെള്ളം കഴിച്ച ഇതില്ലല്ലോ. അപ്പോൾ നെൽകർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി വന്യമൃഗങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാടത്ത് നിൽക്കുന്ന സമയം അടിവാരത്ത് നെല്ലിയാമ്പതിലെ അടിവാരത്തെ മലയും ഈ പാടമായിട്ട് 3 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. 3 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പന്നിൻ്റെ ശല്യമാണ്. അത് കഴിഞ്ഞ് മാന്, പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മയിലുകൾ കണ്ടമാനം അറിയുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഒരു മയിലിനോ ഒരു പന്നിനോ എപ്പോഴും കാണാം. ഇപ്പോൾ നിത്യം ഇതിപ്പോൾ ഞാൻ കുറച്ചപ്പോഴേ അങ്ങനെ റോട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കണം ഒരു 5-6. അപ്പോൾ ചേച്ചി അടുക്കളയുള്ളിൽ കയറും മയിന് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം നമ്മൾ കാണണം. കർഷകർക്ക് ബുദ്ധിമുട്ടുള്ള ലെവലിലൊരു പരിഹാരം നമ്മുടെ സർക്കാർ ഉണ്ടാക്കണം. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഡൽഹിയിലെ വന്യമൃഗ വകുപ്പ് മന്ത്രി വയനാട്ടിൽ വന്ന് പറഞ്ഞത് ഇതിനൊക്കെ നിയമങ്ങളുണ്ട്, അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കണം പറഞ്ഞു. പണ്ടെങ്ങാണെങ്കിൽ ഒരു 30 വർഷങ്ങൾക്ക് മുന്നാണെങ്കിൽ നമ്മുടെ കൃഷിക്കാരൊക്കെ തോളും വെച്ച് തോക്കും വെച്ച് ഇങ്ങനെ ആയിട്ട് പോകും. ഒരു ഒച്ച കേട്ടാൽ പിന്നെ ഒരു 15 കിലോമീറ്റർ ചുറ്റുള്ള ഒന്നും മൃഗങ്ങളുണ്ടായില്ല. ഇപ്പോൾ അത് അടുക്കോ? ഇപ്പോൾ ചേരപ്പാമ്പിനെ കൊന്നാൽ അവൻ ഉള്ളിൽ പോയി. ഒരു പാമ്പിനെ പിടിച്ച, ഒരു തവളനെ പിടിച്ച് വന്ന ഉള്ളിൽ പോയി, ഒരു നായ്ക്കുട്ടിനെ പിടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉള്ളിൽ പോയി. അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് ഭരണഘടനയുണ്ട്. ഇപ്പോൾ ഇത് കൂടുതലായി. വന്യമൃഗങ്ങൾ അത്യാവശ്യം പെരുകുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഈ പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കിപ്പോൾ 61 വയസ്സായി. ഓരോ ആൾക്കാർ കുടക്കും കൊണ്ട് വെള്ളത്തിന് കിണറ്റിൽ പോയ കേസുണ്ട്. ഈ ഇവിടുത്തെ കുളത്തിൽ കുളിക്കാൻ പോയ കേസുണ്ട്. ഇന്ന് ഒരു പെൺകുട്ടികളെ കുളത്തിൽ കുളിക്കാൻ പോകുന്നില്ല, എല്ലാം അമ്മയ്ക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പാടത്തിന് കുറച്ച് നമ്മൾ ഒരു 1/2 കിലോമീറ്റർ അങ്ങനെ നോക്കിയാലേ 8 ഏക്കർ ഭൂമിയാണ്. അത് 2 പഞ്ചായത്ത് സ്ഥലമാണ്. അതിനും പ്രകൃതിനെ ചൂഷണം ചെയ്തു. ആ സ്ഥലത്തിപ്പോൾ ഒരു കോളനി വരാൻ പോകുന്നു. അത് VIP കോളനി, കംപ്ലീറ്റ് ടെറസ് വീടുകളാണ്. അപ്പോൾ പ്രകൃതിനെ ചൂഷണം ചെയ്താൽ പ്രപഞ്ചം വെറുതെ ഇരിക്കില്ല. അതുകൊണ്ടാണ് 2023 56 അടി വെള്ളം നിൽക്കേണ്ട ഈ പോത്തുണ്ടി ഡാമിൽ വെറും 26 അടി വെള്ളം മാത്രമേ ഉള്ളൂ. ഇല്ലേ? ഇപ്പോൾ വേനൽക്കാലം തുടങ്ങി. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നലെ 37-38 ചൂട്. ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രപഞ്ചത്തെ ബഹുമാനിക്കുക. എനിക്ക് വേണ്ടിയല്ല, നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറയും അടുത്ത തലമുറയ്ക്ക് നെല്ലിയാമ്പതിക്ക് കടന്നു വരുമ്പോൾ പച്ചപ്പും തണുപ്പും കോടമഞ്ഞും എല്ലാം ഇവിടെ വേണം. നമ്മളിപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നത് ഇതേമാതിരി ഫെബ്രുവരി ഇപ്പോൾ 21, അടുത്ത പ്രാവശ്യം ഫെബ്രുവരി 21 ഇവിടെ ഒരു ബിൽഡിംഗ് നിൽക്കുകയാണ്. നിങ്ങളെന്ന് പറയും ഇതെന്താ? ഞങ്ങൾ അന്ന് വന്നപ്പോൾ അപ്പോൾ ഈ പാടം പച്ചപ്പ്, നേരത്തെ മണ്ണപ്പ്, പിന്നെ പച്ചപ്പ്, ഇപ്പോൾ സ്വർണ്ണമാരി നിൽക്കണില്ലേ? ഇത് നമുക്ക് വേണം, നമ്മൾക്കല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണമെന്ന് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രപഞ്ചത്തെ ബഹുമാനിക്കുക. 61 വയസ്സായി, 19 കൊല്ലം നെല്ലിയാമ്പതി പ്ലാസ്റ്റിക് വരിക്കൊണ്ട് നിന്ന ആളാണ്. അപ്പോൾ ആനയ്ക്ക് പാട്ട് പാടി ആ വീഡിയോ ഒരു വലിയൊരു പ്രശ്നമായി. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് നെല്ലിയാമ്പതിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. ഒരൊറ്റ ആൾക്ക് കോൺട്രാക്ട് കൊടുത്താൽ ഈ നെല്ലിയാമ്പതിന് പകുതി ഭാഗം പോകും. ഒരു വർഷം കൂടെ അടിച്ചു മാറ്റും. ഇതുമാതിരി ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ വരുന്ന എല്ലാ കുട്ടികളും പ്രൊഫസർമാരും ഡോക്ടർമാരും വക്കീൽമാരും എല്ലാവരോടും പറയും ഇത് ഒരു 40 വർഷങ്ങൾക്ക് 60 വർഷങ്ങൾക്ക് പോത്തുണ്ടി ഡാം ഇവിടെ ഇല്ല. അന്നിവിടെ കൃഷിയുണ്ട്, ഒരൊറ്റ കൃഷി. ഡാം വന്നതിന് ശേഷം 2 കൃഷി എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ 2 കൃഷി ആർക്കും എടുക്കുന്നത്? നമ്മൾക്ക്. അന്ന് ഒരു കൃഷി ചെയ്തപ്പോഴും ഇവിടുത്തെ ജനങ്ങളെ ജീവിച്ചില്ലേ? അന്നത്തെ ജനസംഖ്യയല്ല, അന്നത്തെ ജനസംഖ്യ
നെല്ലിയമ്പതി പഞ്ചായത്തിൽ 28,000 ജനങ്ങളുണ്ടാകുന്ന സമയത്ത് നെല്ലിയമ്പതി പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. ഇപ്പോൾ 2021 സെൻസസ് പ്രകാരം 5,300 ജനങ്ങളെ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോത്തുണ്ടി കടന്ന് ഒരു ചെറുനെല്ലി പറഞ്ഞ ഒരു എസ്റ്റേറ്റാണ്. 8ാം വാർഡോ 7ാം വാർഡോ എന്ന് എനിക്കറിയില്ല. അവിടെ ഉള്ള വോട്ട് 27 ആദിവാസികളുടെ വോട്ട് മാത്രം. ഏറ്റവും കൂടുതൽ വോട്ട് സീതാർകുണ്ടിലെ അവിടെ 300 ചില്ലറ വോട്ട്. ഇനിയിപ്പോൾ അടുത്തുണ്ടാകാൻ പോകുന്നത് 2030 പറയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് നെന്മാറ മുനിസിപ്പാലിറ്റി, നെന്മാറ നെല്ലിയമ്പതി പഞ്ചായത്ത്. ജനങ്ങളില്ല ഇവിടെ പഞ്ചായത്തിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഇത് കംപ്ലീറ്റ് കാടാക്കി മാറ്റണം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഇത് നമുക്ക് കൈകാര്യം ചെയ്യണം, നമുക്ക് പാല് വെട്ടണം, റബ്ബർ വെക്കണം, ഇനിയും കുറേ കയ്യേറ് ചായത്തോട്ടം വെച്ച് പിടിക്കും, മറ്റേത് വേണ്ട. ഇപ്പോൾ ഈ നെല്ലിയമ്പതിൻ്റെ അമ്പലത്തിൽ അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ കഴിഞ്ഞ് ചോട്ടിൽ ആനകൾ ഇറങ്ങി ആനയ്ക്ക് എന്താ തിന്നുന്നത്? റബ്ബർ തിന്നുവാനാ. 100 കണക്കിന് ഏക്കറൊക്കെ വെട്ടി വെളിവാക്കിയിട്ട് അവിടെ റബ്ബറും ചായയും ഈയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ആനയ്ക്കുള്ള വസ്തുക്കളും ഇല്ലല്ലോ.